ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു 2 വെറൈറ്റി ടൈപ്സ് ഓഫ് ഗൈഡ്സ് ആണ്. ഈ സംഭവത്തിൻ്റെ ഗുണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ചുരുക്കി അടിക്കാൻ വേണ്ടിയിട്ട് പല ടൈപ്പിലുള്ള ഗാദറിങ് ഫുഡ്സ്, റിംഗ്ലിംഗ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രഷർ ഫുഡ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ പുതിയ മോഡൽ വന്നതാണ്. കാരണം ഒരുപാട് നല്ല ചേർന്ന് നല്ല വരുന്ന ഒരു മെത്തേഡിലുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത് അടിച്ചും കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കേട്ടോ. ഇത് വരുന്നത് ഇങ്ങനെ ലൂസായിട്ടാണ് വരിക. കാരണം വെച്ചാൽ 2 പീസ് ഉണ്ടാവും. ഇത് കണ്ടോ, ഇതിൽ കൂടെ ഇങ്ങനെ 2 പീസ് ഉണ്ടാവും. ഇതിൽ നമ്മളിതിങ്ങനെ കയറ്റി വെച്ചിട്ട് നമുക്കിതിവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഈ സംഭവം നമുക്കിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇതിവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ടൈറ്റ് ചെയ്ത് ഡെമോ ചെക്ക് ചെയ്ത ഒരു പീസാണ് ഇരിക്കുന്നത്. ഇതിൽ ജസ്റ്റ് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യാമെന്ന് മാത്രമാണ്. ഈ സ്ക്രൂ നിങ്ങൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇത് നമുക്ക് സൂചി ഇറങ്ങാനുള്ള ഹോളാണ്. അപ്പോൾ ആ ഭാഗത്തോട്ട് ഒരുപാട് തള്ളി കയറ്റി വെക്കാതെ നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിനി അടിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കാം. നമുക്കത് ആദ്യം നമ്മുടെ മെഷീനിൽ ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ സാധാരണ പവർ മെഷീനിൽ ഇതുപോലെയാണ് പ്രഷർ ഫുഡ്. ഞാൻ ഓൾറെഡി ഈ സ്ക്രൂ ലൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രഷർ ഫുഡ് മാറ്റാം. പ്രഷർ ഫുഡ് മാറ്റിയിട്ട് നമ്മളുടെ പ്രഷർ ഫുഡ് വയ്ക്കാം. പ്രഷർ ഫുഡ് വെച്ച് ഏത് പ്രഷർ ഫുഡ് വയ്ക്കുമ്പോഴും എപ്പോഴും ഈ സൂചി കണ്ടോ, സൂചി ജസ്റ്റ് ഇറക്കി വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അത് ഈ ഒരു പ്രഷർ ഫുഡ് വയ്ക്കുമ്പോൾ മാത്രമല്ല, പ്രഷർ ഫുഡ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ പ്രഷർ ഫുഡ് ഇവിടെ നമ്മൾ പ്രഷർ ഫുഡിൻ്റെ സ്ക്രൂ ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ താത്തി വെച്ച് ചെയ്താൽ ഈ പല്ലിൻ്റെ സർഫസ് ക്ലിയറായി കിട്ടും, നല്ല നീറ്റായിരിക്കും. അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടിച്ചു നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ ക്ലോത്ത് അത്ര പോരാ, എന്നാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് അടിച്ചു നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? ഇത് ഞാൻ നോർമൽ ത്രെഡ് ഇട്ട് ചെയ്തിരിക്കുന്ന കേട്ടോ. അതായത് താഴെയും മുകളിലും നമ്മുടെ തുണി അടിക്കുന്ന സാധാരണ ത്രെഡ്. ഇപ്പോൾ നമുക്ക് എലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ത്രെഡ്സൊക്കെ വരുന്നത്, അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നന്നായിട്ട് സ്ട്രെച്ചിങ് ആയിട്ട് കിട്ടും. ഇതിൻ്റെ ഒരു ഫിനിഷിങ് കണ്ടോ. ഇതൊരു ഈ ക്ലോത്ത് വരെ അത്ര പോരാ. കാരണം നല്ല ക്ലോത്തിലൊക്കെ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരേ ലെവലിൽ പ്ലീറ്റ് കയറി വരുന്ന ആ ഒരു ഫിനിഷിംഗ് ആണ് കേട്ടോ. നമുക്ക് മറ്റ് ഗാദറിങ് ഫുഡുകളിൽ കാണുന്ന ഒരു ഫീലല്ല, ഒരേ അളവിൽ വരുന്ന ഒരു ഫീലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇതിൻ്റെ നല്ലൊരു പെർഫോമൻസ് ആയിട്ട് എന്തായാലും നമുക്കിത് പറയേണ്ടി വരും. മറ്റ് ഗാദറിങ് ഫുഡുകളെക്കാൾ നല്ല വ്യത്യാസമുള്ള ഒരു ഫുഡാണ് കേട്ടോ. അപ്പോൾ ഈ സാധനം വേണ്ടവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൊറിയർ അയച്ച് തരാൻ പറ്റും. പിന്നെ മറ്റൊരു ഗൈഡ് കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ ഒരു ഗൈഡാണ് ഇത്, വലിയ സംഭവമൊന്നുമല്ല. ഇത് സാധാരണ ഉപകാരപ്പെടുന്നത് ഇപ്പോൾ പുതിയതായിട്ട് തയ്ച്ച് തുടങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കാൻ കിട്ടാത്ത ആൾക്കാർ, അവർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന ഒരു ഗൈഡാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ലൂസായിട്ടായിരിക്കും വരിക. ഇങ്ങനെ 2 പീസായിരിക്കും ഉണ്ടോ, ഇങ്ങനെ 2 പീസായിട്ട് വരിക. ഇങ്ങനെ നമുക്കെടുത്ത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്കിത് ടൈറ്റ് ചെയ്യാം. ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവത്തിന് നമുക്ക് ഈ പ്രഷർ ഫുഡിൻ്റെ ഇതിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ സംഭവം എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിവിടെ ഇങ്ങനെയാണിത് കൊടുക്കുക. ഇതെങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ ഫിറ്റ് ചെയ്തിട്ട് ഇത് അടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഗൈഡ് മാറ്റിയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഗൈഡ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണത്, ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു പ്രഷർ ഫുഡിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൽ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ നമുക്കിത് ചുരുക്കി അടിക്കുന്ന പ്രഷർ ഫുഡല്ലേ. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്തിട്ട് നമ്മളുടെ നോർമൽ പ്രഷർ ഫുഡ് ആദ്യം വെക്കുന്നു. ഇത് ഈ പ്രഷർ ഫുഡിൻ്റെ കൂടെ തന്നെ വെക്കുന്നതാണ് കേട്ടോ. അതാണ് ഇതിങ്ങനെ കാണിച്ച്. പ്രഷർ ഫുഡിൻ്റെ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞു സൂചി താത്തി വയ്ക്കുക, അതെപ്പോഴും നന്നായിരിക്കും. ഇതാണ് ഈ കാണുന്ന ഗൈഡ്. ഈ ഗൈഡ് ഫിറ്റ് ചെയ്യണത് ഇത് കണ്ടോ, ഈ പ്രഷർ ഫുഡിൻ്റെ സ്ക്രൂവിൽ തന്നെയാണ് ഇത് കയറ്റി വയ്ക്കുന്നത്. ഇതിങ്ങനെ കയറ്റി വെച്ചിട്ട് ഇത് നമ്മൾ ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇതിങ്ങനെ ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാണ് വേറൊരു പോർഷൻ. ഈ പോർഷൻ ലൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഇത് കണ്ടോ, നമ്മൾക്ക് എവിടെയാണോ വേണ്ടത് എന്നുള്ള ആ ഒരു ലെവലിലേക്ക്
ഇപ്പോൾ 1/2 ആണ് അളവ് വേണ്ടത്. ഈ ഒരു ഇത്ര അകലത്തിൽ മതിയെങ്കിൽ ഇത് ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ഇവിടെ കറക്റ്റ് വെച്ച് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കറക്റ്റ് അകലം കിട്ടും. കണ്ടോ, ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഇതിലിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു സൈഡൊന്നും മാറിപ്പോകത്തില്ല. കണ്ടോ, ഒരേ അളവായിരിക്കും. ഇങ്ങനെ ഗൈഡായിട്ട് ഉപയോഗിക്കാനുള്ളതാണ് ഈ സംഭവം. ഈ സംഭവം നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ കയറ്റിയിടുക. എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ഇന്ന അളവ് എന്നല്ല, നമ്മൾ അടിക്കുന്ന പീസിനനുസരിച്ച് തന്നെ താത്തി ഇങ്ങനെ കൊടുത്താൽ മതി ഈ കറക്റ്റ് പോർഷനിലേക്ക്. അപ്പോൾ നമുക്ക് ഗൈഡായിട്ട് തന്നെ യൂസ് ചെയ്യും. ഇപ്പോൾ ഇത് ഇത്ര അകലത്തിൽ വേണമെങ്കിൽ കണ്ടോ, ഇത്ര അകലമായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നേരത്തെ അടിച്ചത് ഈ പോർഷനിലാണ്. ഇനി നമുക്ക് നേരെ തിരിച്ച് ഇവിടെ വേണമെങ്കിലും ഇങ്ങനെ അടിച്ചാലും ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, ഇവിടുത്തെ അളവ് നോക്കിയാൽ നിങ്ങൾ. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഗൈഡാണിത്. ഇത് ജാക്കിൻ്റെ മെഷീനിൽ മാത്രമല്ല, നമ്മൾക്ക് എല്ലാ മെഷീനിലും ഇപ്പോൾ ജാക്ക്, ജുക്കി, ഉഷ, സിംഗർ, ജിന്ന് ഏത് ബ്രാൻഡിൽ വേണമെങ്കിലും ഈ കാണിച്ച ഗൈഡും പ്രഷർ ഫുട്ടും ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക, നമ്മൾ കൊറിയർ അയച്ച് തരുന്നതായിരിക്കും. കൂടാതെ ഞാൻ ജാക്കിൻ്റെ സ്റ്റൂളിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ജാക്കിൻ്റെ ഫാനിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ വീഡിയോസ് കാണാത്തവരെല്ലാവരും സമയം കിട്ടുമ്പോൾ നമ്മുടെ ചാനലിൽ കയറി ഇതുപോലെയുള്ള അറ്റാച്ച്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.